പ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ നെയ്വിളക്കിനെ പറ്റി തന്നെയാണ്. കാര്യം നമ്മൾ 2 ദിവസമായിട്ട് ആ വീഡിയോ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ഇതും പറയുന്നത്. കാര്യം തിങ്കളാഴ്ചയും ഞായറാഴ്ചയും നെയ്വിളക്ക് കത്തിച്ചാലുള്ള പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് ചൊവ്വാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങളും അതുപോലെ ഏത് ഭഗവാന് വേണ്ടിയാണ് നമ്മളത് കത്തിക്കേണ്ടതെന്നും എല്ലാമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അതായത് നമ്മൾ ചൊവ്വാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് മുരുകനെ മനസ്സിൽ സങ്കല്പിച്ച് വേണം. അതോടൊപ്പം തന്നെ ശ്രീ ഭദ്രകാളി ദേവിയെയും മനസ്സിൽ 2 മൂർത്തികളെയും ഒരുപോലെ മനസ്സിൽ സങ്കല്പിച്ച് വേണം നമ്മൾ ചൊവ്വാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കാൻ. അതായത് നെയ്വിളക്ക് കത്തിക്കുന്ന സമയത്ത് മുരുക ഭഗവാന്റെ മന്ത്രമായ ഓം വജത് ഹുവേ നമ, ദേവിയുടെ മന്ത്രമായ ഓം ഐം ക്ലീം സൗ ക്ലീം ദം ഭദ്രകാളിയെ നമ എന്ന മന്ത്രവും 2 ജപിച്ച് വേണം. അതൊരു 21 തവണയോ അല്ലെ ഒരു 12 തവണയോ അങ്ങനെ നമുക്കിഷ്ടമുള്ള അളവിൽ ജപിച്ച് വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ. അത് കത്തിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ പ്രയോജനമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തൊഴിൽപരമായിട്ട്, അതായത് പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ചില കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ നടത്തിയിട്ട് അവർക്ക് തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്നു. അങ്ങനെ അതുപോലെ ഉള്ള തൊഴിൽ പ്രമോഷൻ കിട്ടാതിരിക്കുക, മേലുദ്യോഗസ്ഥരുടെ നിന്നുള്ള അപ്രീതി അതൊക്കെ മാറി നമുക്ക് ഹാപ്പിയായിട്ട് തൊഴിൽ ചെയ്യുന്നതിനും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും അതോടൊപ്പം തന്നെ തൊഴിൽ മുഖേന നമുക്ക് നല്ല ഉയർച്ചയുണ്ടാകാനും, തൊഴിൽ ഉയർച്ച മാത്രമല്ല നമുക്ക് ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ശത്രുദോഷങ്ങളും എല്ലാം മാറിയിട്ട് നമുക്ക് അനുഗ്രഹമായിട്ട് നമുക്ക് ജീവിക്കാനും എല്ലാം ഉത്തമമാണ് ഈ ചൊവ്വാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് നമുക്ക്. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം നെയ്വിളക്ക് മുരുകനെയും മനസ്സിൽ ഇവർ 2 പേരെയും മനസ്സിൽ സങ്കല്പിച്ച് വേണം കത്തിക്കാൻ. ഒപ്പം നിങ്ങൾ ജോലിയിൽ എത്ര പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അടുത്ത് മുരുകൻ്റെ ക്ഷേത്രമുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ ഒരു പാലഭിഷേകം മുരുകന് നടത്തുന്നത് ഉത്തമമായിരിക്കും. അത് പ്രഭാതത്തിലോ അല്ലെങ്കിൽ ഷഷ്ഠി ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസമായാലും മതി, ആ ദിവസവും നിങ്ങൾ നടത്തുക. അതും തൊഴിൽ തടസ്സം മാറുന്നതിന് ഏറ്റവും ഉത്തമമായിരിക്കും. സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.